നമസ്കാരം. ഇത് KM ഷാജി. മൂപ്പരെ നിങ്ങൾക്ക് അറിയായിരിക്കും. അറബിക്കടലിലേക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ എടുത്തെറിയലാണ് മൂപ്പരുടെ പ്രധാന വിനോദം. അദ്ദേഹത്തിൻ്റെ വിനോദത്തിൻ്റെ വലിയ കടലിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പോകുന്നത്. അതിനു മുമ്പ് ഈ ചിത്രം കൂടി കാണണം. ഇത് PMYA പദ്ധതി പ്രകാരം, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ 70,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ ഗ്രാമ നഗര വ്യത്യാസത്തിൽ പണം ചെലവിട്ട് പണിഞ്ഞു നൽകുന്ന വീടുകളുടെ സർക്കാർ തന്നെ പുറത്തുവിട്ട ചിത്രമാണ്. സമ്പത്തില്ലാത്ത, അടിസ്ഥാന ജീവിത സാഹചര്യമില്ലാത്ത പൗരനോട് സർക്കാർ ചെയ്യുന്ന ഉത്തരവാദിത്തം. എന്നാൽ BJPയുടെ, മോദിയുടെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത്? ആ വീടിന് മേൽ ഒരു ചാപ്പ അടിച്ചു കൊടുക്കും. നെറ്റിപ്പട്ടം പോലെ ഒരു ചാപ്പ കാണുന്നില്ലേ അതിൻ്റെ മുകളിൽ? ഇത് സാധാരണ ഈ വീട് ലഭിച്ച മനുഷ്യൻ താമസിക്കേണ്ട വീടാണ്. അപ്പുറത്ത് വേറൊരു വീടുണ്ട്, സ്വന്തം വീട് വെച്ച് താമസിക്കുന്നവനും ഇപ്പുറത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ വീട് വെച്ച് താമസിക്കുന്നവനും. ഇത് രണ്ടും തമ്മിൽ തട്ടാക്കി തിരിച്ചുള്ള ഒരു ചാപ്പയാണ് അതിൻ്റെ നെറ്റിക്ക് കാണുന്നത്. നീ ഇങ്ങനെ ഔദാര്യത്തിൻ്റെ ചാപ്പയും പേറി ജീവിച്ചാൽ മതി എന്നാണ് നമ്മുടെ നികുതി പണം വാങ്ങി നമുക്ക് വീട് വെച്ച് നൽകുമ്പോൾ ഈ സർക്കാർ നമ്മളോട് പറയുന്നത്. എന്നാൽ കേരളം അത് അംഗീകരിച്ചില്ല. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ സർക്കാർ അതിനെതിരെ പോരാടി. ആ ചാപ്പ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര വിഹിതം തരില്ല എന്ന് മോദി സർക്കാർ തിരിച്ചു പറഞ്ഞു. അത് വിലക്കിയിട്ടും എന്നാൽ ഇല്ലെങ്കിൽ വേണ്ട, 4 ലക്ഷം രൂപയ്ക്ക് സംസ്ഥാനത്ത് ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷത്തിലധികം വീടുകൾ വെച്ചു കൊടുക്കുമ്പോൾ ചാപ്പ വേണ്ട എന്ന് തീരുമാനിച്ചു. ഈ ചിത്രം കണ്ടില്ലേ? ഇത് കേരളത്തിൽ ലൈഫ് പദ്ധതിയുടെ വീടിൻ്റെ മാതൃകയാണ്. ഒരു ചാപ്പയും അതിൽ കാണില്ല. പാലും കാച്ചി താക്കോലും വാങ്ങി മറ്റു പൗരരെ പോലെ അന്തസ്സായി താമസിക്കാൻ വേണ്ടിയുള്ള വീട്. കേന്ദ്രം നമുക്ക് നൽകേണ്ട പണം ആ ഘട്ടങ്ങളിലെല്ലാം പിടിച്ചുവെച്ചു, ചാപ്പ അടിക്കാത്തതുകൊണ്ട്. നിയമ നടപടിയിലേക്ക് വരെ കേരള സർക്കാർ നീങ്ങി. ആശുപത്രികളിലും റോഡിലും തുടങ്ങി PMCയിൽ വരെ ചാപ്പയുടെ അംശങ്ങൾ മറ്റ് പല രീതിയിൽ ഉണ്ടായിരുന്നു. അതിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. പൗരൻ്റെ അന്തസ്സും വ്യക്തിയുടെ അന്തസ്സിനും മേൽ ഈ ചാപ്പയിൽ വിട്ടുവീഴ്ച വേണ്ട, വീടിൻ്റെ മുകളിലെ നെറ്റിപ്പട്ടത്തിൽ വിട്ടുവീഴ്ച വേണ്ട, അത് സഹിച്ചോളാം എന്ന് പക്ഷേ സർക്കാർ തീരുമാനിച്ചു. അത് വെറുതെ തീരുമാനിച്ചതല്ല. ചില പൗരരെ 2ാം തരമാക്കി കീഴാള ജീവിതത്തിൻ്റെ കാറ്റഗറിയിലേക്ക് ചവിട്ടിത്താഴ്ത്താനുള്ള പദ്ധതിയുടെ അന്തസ്സില്ലായ്മ കൊണ്ട് തന്നെയാണ്. പഴയ മനുസ്മൃതി സങ്കല്പത്തിലെ ജാതി കാലത്തെ ഉറപ്പിക്കും വിധത്തിലുള്ള മനുഷ്യനെ തരംതിരിക്കുന്ന ഒരു ചാപ്പ. എന്നാൽ ഇപ്പോൾ ആ അന്തസ്സ് അറബിക്കടലിൽ എറിഞ്ഞോ? നിങ്ങളുടെ വീടിന് മേൽ ഞങ്ങൾ ചാപ്പിയടിക്കും എന്ന് പ്രഖ്യാപിച്ച് സാക്ഷാൽ KM ഷാജി രംഗത്ത് വന്നപ്പോൾ തോന്നിയ തോന്നലാണ്. തദ്ദേശ മന്ത്രി, വീട് വെച്ചു കൊടുക്കേണ്ട മന്ത്രി. മോദിയുടെ ചാപ്പയല്ലേ ഞാൻ അടിക്കും എന്നാണ് ഇഞ്ചി കൃഷി നടത്തി കോടിയിലധികം ചെലവിൽ സ്വയം വീട് വെച്ച് അന്തസ്സായി ജീവിക്കുന്ന ഷാജിയുടെ പ്രഖ്യാപനം. ചാപ്പയില്ലാത്ത കോടിയുടെ വീട് എൻ്റെ അന്തസ്സ് എന്നാണ് ഷാജിയുടെ പ്രഖ്യാപനം. ചാപ്പയുള്ള ലക്ഷത്തിൻ്റെ വീട് നിങ്ങളുടെ പാവങ്ങളുടെ അന്തസ്സ്. ഇത് മലയാളിയുടെ അന്തസ്സിന് ഷാജി ചാപ്പയിടുന്ന കെട്ടുകാഴ്ചയാണ്. PMAY പോലെയുള്ള കാര്യം ഇവിടെ കോഴിക്കോടിൻ്റെ കൗൺസിലർ പ്രതിപക്ഷ നേതാവൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട് നഗരങ്ങൾക്ക് കിട്ടുന്ന PMAY ഇല്ല, അതിന് പറഞ്ഞൊരു എംബ്ലം വീടുകളിൽ വെക്കുന്നതാണ്. അങ്ങനെ ഒരു എംബ്ലം വീടുകളിൽ വെക്കുന്നതിൻ്റെ പേരിൽ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കേണ്ട ഒരു പൈസ തടയേണ്ട കാര്യമൊന്നുമില്ല. അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും അത്തരത്തിൽ പല പേരുകളിൽ ഇന്ദിരാ ആവാസ് യോജന എന്നൊക്കെ പറയുന്ന പദ്ധതികളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും വരുന്നുണ്ടെന്ന് കരുതിയിട്ട് അതിനെ തടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് ഞങ്ങൾ എന്തായാലും പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തെ നിലപാട് എന്തായിരുന്നു? ഷാജി പറഞ്ഞത് പ്രസിദ്ധീകരിച്ചാൽ VD സർക്കാരിന് മോശമായി പോകുമോ എന്ന് കരുതി ഞാള് ചാപ്പിയടിക്കും എന്ന പ്രസ്താവന മുക്കിയ VD മാധ്യമങ്ങൾ, VD മീഡിയകൾ പഴയ ഫയൽ തുറന്നാൽ പിണറായിയുടെ അക്കാലത്തെ പ്രതികരണം കിട്ടും. അന്ന് അദ്ദേഹം പലയിടത്ത് പലതവണ അക്കാര്യം ആവർത്തിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ ഒരിടത്തും ഞങ്ങൾ ഈ ഒരു ലോകവും വെച്ചിട്ടില്ല, ആരെയും ഫോട്ടോ ഇല്ല. ആ വീട് അവരതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അവർ നിർബന്ധിച്ചു നിന്നു. അവസാന ഒരു ഘട്ടത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിയുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ തീർത്ത് പറഞ്ഞു, അത് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ സഹായം തരാൻ പറ്റില്ല എന്നൊരു സഹായം തന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ വെക്കും, ഞങ്ങൾ ഏതായാലും ഈ കാര്യം ചെയ്യില്ല എന്നിപ്പോൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അവരാണ് പുനരാലോചിക്കേണ്ടത്. പുനരാലോചിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ന്യായവാദനില്ല. ഇതിൻ്റെ പണം ചെലവിടുന്ന കാര്യം മാത്രമല്ല, ഈ ആളുകളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു ബോർഡ് അതിൻ്റെ മുമ്പിൽ വെച്ച് ഇതാരോ കൊടുത്തൊരു വീടാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് സംസ്ഥാനം കാണുന്നത്. അന്ന് തദ്ദേശ മന്ത്രി MP രാജേഷും ഇതേ നിലപാട് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് ഡീൽ ആരോപണം പറഞ്ഞ് പിണറായി, മോദി ഡീൽ പറഞ്ഞവർ ഇപ്പോൾ അധികാരത്തിലെത്തി. അപ്പോൾ പറയുന്നു മോദി സാറിൻ്റെ ചാപ്പ നല്ല ഗംഭീര ചാപ്പയല്ലേ, അത് ഞങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ വീടിൻ്റെ നെറ്റിക്കടിച്ചു കൊടുക്കും എന്ന്. അപ്പോൾ സാധാരണ മനുഷ്യർക്ക് ഒരു സംശയമുണ്ടാകും. യഥാർത്ഥത്തിൽ KM ഷാജി പ്രതിപക്ഷത്തിരുന്ന് കഴിഞ്ഞ 10 വർഷം മോദി, പിണറായി, അന്തർധാര എന്നെല്ലാം പറഞ്ഞു നടത്തിയ തീപ്പൊരി പ്രസംഗങ്ങൾ അറബിക്കടലിൽ എവിടെ എങ്കിലും എറിയാനുള്ളവയായിരുന്നോ? ആയിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. അതൊക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നടത്തിയ പ്രസംഗങ്ങൾ മാത്രമാണ്. തെരുവിൽ പറയാൻ കൊള്ളുന്നത് കടലിൽ എറിയേണ്ടവയാണെന്നാണ് പറയുന്നത്. അല്ലാതെ വീട്ടിലെത്തുമ്പോൾ ചാപ്പയടിക്കാതെ പറ്റില്ല.
ഇതാണത്രേ കാഴ്ചപ്പാട്. ശരിക്കും ഷാജി പണ്ടേ അങ്ങനെയാണ്. ഭരണത്തിലിരിക്കുമ്പോൾ മോദിയിസ്റ്റായി മാറുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2013 അദ്ദേഹം നടത്തിയ ഒരു പ്രഖ്യാപനം, അതൊരു മോദിയിസ്റ്റിൻ്റേതായിരുന്നു. 2013 മോദിയുടെ തങ്ക മനസ്സ് തിരിച്ചറിഞ്ഞ, അക്കാലത്തെ തിരിച്ചറിഞ്ഞ മനുഷ്യൻ. അന്നത്തെ ഒരു വാർത്ത, മോദിയുടെ ഹൃദയത്തിൽ ഹിന്ദുത്വമില്ല എന്ന തലക്കെട്ടിൽ നടത്തിയ ആ പ്രസ്താവന ആരുടെയും കണ്ണ് നനയിക്കും. അന്നത്തെ ആ പത്രവാർത്ത, ഒരു വാർത്ത ഞാൻ വായിക്കാം, വാർത്തയുടെ കട്ടിങ് സൈഡിൽ കാണിക്കുകയും ചെയ്യാം. അദ്ദേഹത്തിൻ്റെ വാർത്ത വൺ ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചത് ഇങ്ങനെയാണ്: ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് KM ഷാജി MLA ക്ലീൻ ചിറ്റ്. മാർച്ച് 6 ബുധനാഴ്ച കടവത്തൂരിൽ നടന്ന മുസ്ലിം ലീഗ് പൊതുയോഗത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് ഷാജി മോദിയെ വാനോളം പുകഴ്ത്തിയത്. ഗുജറാത്ത് കലാപത്തിൽ മോഡിക്ക് പങ്കില്ലെന്നും കലാപത്തിൽ ഹിന്ദുത്വ അജണ്ട ഉണ്ടായിരുന്നില്ല എന്നും ഷാജി പറഞ്ഞു. മുസ്ലിങ്ങളെ മോഡി കൊന്നൊടുക്കിയിട്ടില്ല, ഒരു പള്ളി പോലും ആക്രമിച്ചിട്ടോ നശിപ്പിച്ചിട്ടോ ഇല്ല. ഗുജറാത്തിൽ പോയി അവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകരുമായി സംസാരിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. കലാപം വ്യവസായികൾ സ്പോൺസർ ചെയ്തതായിരുന്നു. പാവ മോദിയല്ലേ. ഇതിൻ്റെ മതത്തെ മറയാക്കിയുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. ഇതിൽ മതത്തെ മറയാക്കി എന്ന് മാത്രം. ഈ കലാപത്തോടെയാണ് വൻ വ്യവസായികൾക്ക് ഗുജറാത്തിൻ്റെ മണ്ണിൽ കാലുകുത്താൻ കഴിഞ്ഞത്. അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഐക്യത്തോടെയാണ് കഴിയുന്നത്. മോദിയെക്കുറിച്ച് മലയാളികളായ മുസ്ലിങ്ങൾക്ക് നല്ലതേ പറയാനുള്ളൂ. വികസന കാര്യത്തിൽ ഗുജറാത്തിനെ മാതൃകയാക്കാം എന്നതിൽ സംശയം വേണ്ട എന്നാണ് അന്ന് MLA ആയിരുന്ന ഷാജി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൂടി കേൾക്കാൻ പറ്റിയ വിധത്തിൽ പറഞ്ഞത്. എന്തായാലും AP അബ്ദുള്ളക്കുട്ടി മോദിയെയും സംഘപരിവാർ രാഷ്ട്രീയത്തെയും പ്രശംസിച്ചത് അതിനു മുമ്പ് 2009 പിന്നാലെ മൂപ്പര് CPM നിന്നും പുറത്താക്കപ്പെട്ടു. പ്രശംസിക്കുമ്പോൾ CPM ഇനി പുറത്താക്കിയപ്പോഴോ കോൺഗ്രസിൽ നിന്ന് പ്രവർത്തിച്ചു. എന്നിട്ട് MLA വരെയായി. പിന്നീട് മോദിയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെട്ടു. MLA ഒക്കെ ആയി. അവിടെ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടി നേരെ BJP പോയി. ഇപ്പോൾ ദേശീയ വൈസ് പ്രസിഡന്റ്. ഷാജിക്ക് കോൺഗ്രസിൽ പോലും പോകണ്ട, നേരിട്ട് വണ്ടി പിടിക്കാൻ ഒരു പ്രയാസമില്ല. പക്ഷെ അങ്ങനെ പോകണ്ട. കാരണം പോകണ്ട എന്ന് ലീഗിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മോദിയിസ്റ്റായി 16 കൊല്ലം കഴിയാമെങ്കിൽ ഇനിയും അങ്ങോട്ടായിക്കൂടെ. സംഗതി എന്തായാലും മൂപ്പരുടെ ആ മോദി ചാപ്പ വീടുകളിൽ എങ്ങനെയായിരിക്കും പതിപ്പിക്കുക എന്നറിയാനൊരു കൗതുകം ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. വോട്ട് നൽകി ജയിപ്പിച്ചല്ലേ, 5 കൊല്ലം കൊണ്ട് സഹിക്കാതെ മാർഗില്ല. അതുവരെ ഷാജിയും VD സർക്കാരും പതിപ്പിക്കുന്ന മോദിയിസ്റ്റ് ചാപ്പകൾ സഹിക്കന്നെ. അതിനുശേഷം മായ്ക്കാമെന്ന് വിചാരിച്ചാൽ അതുവരെ കാത്തിരിക്കാതെ വേറെ മാർഗില്ല. നന്ദി, നമസ്കാരം.